ബിസിനസ് മാനേജ്മെൻറ്റിൽ FW ടൈലറുടെ കോൺട്രിബ്യൂഷനിൽ എലിമെൻസാണ് ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി എന്നുള്ള പോയിൻ്റാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. അതിൽ പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈം സ്റ്റഡി. ഒരു പർട്ടിക്കുലർ വർക്ക് ഒരു വർക്കർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയമാണ് പരമാവധി ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് ബിസിനസ് ഓർഗനൈസേഷൻ മുൻകൂറായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഞാൻ പറഞ്ഞു, ഇഫ് ദ പേഴ്സൺ ഈസ് എ സ്കിൽഡ് വർക്കർ, he can perform the job before that specified time, and if a particular person is appointed newly and he is not at all skilled, he will have to take more time as decided by the business organization. അത് സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ ഒരു വർക്ക് പെർഫോം ചെയ്യാനായിട്ട് എത്ര സമയമാണോ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ സമയം തീരുന്നതിന് മുമ്പ് തന്നെ അയാളെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേ സമയത്ത് സ്കില്ല് താരതമ്യേന കുറഞ്ഞിട്ടുള്ള ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ താരതമ്യേന ചിലപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ദിവസം അവർ സ്കിൽഡ് ആകുന്നത് വരെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള സമയം കൊണ്ട് അവരെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് അവർക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരും. എന്ന് വെച്ചിട്ട് അവർ മോശക്കാരാണ്, അതല്ലെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണ്ട, വേജസ് കൊടുക്കണ്ട എന്നുള്ളതൊന്നും അല്ല ബിസിനസ് ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യേണ്ടുന്നത്. സാധാരണ ഒരു ആവറേജ് വർക്കർക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് എത്ര സമയമാണ് ആവശ്യമുള്ളത് എന്നുള്ളത് കണക്കാക്കി കഴിഞ്ഞാൽ മാത്രമേ ഓരോരുത്തരും ഓരോ ദിവസം എത്രമാത്രം വർക്കാണ് പെർഫോം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന കറക്റ്റായിട്ടുള്ളൊരു കണക്ക് ബിസിനസ് ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ, വർക്കിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ജോലി ചെയ്യുന്ന സമയം മാത്രം എടുത്താൽ പോരാ. ദേ വിൽ be provided with rest and otherwise just like machines, human beings cannot undertake their work. ആർക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് മെഷീനറി ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു കാരണവശാലും മനുഷ്യന് അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം, ഒരു വർക്കർക്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുമ്പോൾ അതിൽ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള റെസ്റ്റ് ടൈമും കൂടി നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താലാണ് അയാൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ടുന്നത്, എത്ര സമയമാണ് അയാൾക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടുന്നത്, ഒരാഴ്ചയിൽ എത്ര ദിവസമാണ് വർക്ക് ചെയ്യേണ്ടുന്നത്, അതിൽ ഓരോ ദിവസത്തിൽ എത്ര അവേഴ്സ് ഓഫ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സയൻറ്റിഫിക് അപ്രോച്ചിൽ ടൈം സ്റ്റഡി എന്നുള്ളത് കൊണ്ട് FW ടൈലർ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് ഈസ് മോഷൻ സ്റ്റഡി. നമ്മൾ നേരത്തെ പറഞ്ഞു, ദ മൂവ്മെൻറ്റ് ഇൻ പാർട്ട് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡൂയിങ് എ വർക്ക്. ചില സമയത്ത് നമുക്ക് മൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോളണമെന്നില്ല. ചില വർക്കുകളെ സംബന്ധിച്ചിടത്തോളം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ബട്ട് ദ അൺനെസസറി മൂവ്മെൻറ്റ്സ് ആർ എലിമിനേറ്റഡ് വൈൽ ഡൂയിങ് എ പർട്ടിക്കുലർ വർക്ക്. ആവശ്യമില്ലാതെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോവുക, ആവശ്യമില്ലാതെ മറ്റുള്ള ആൾക്കാരുടെ വർക്കിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നിർബന്ധമായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവോയ്ഡ് ചെയ്യപ്പെടേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ എടുക്കുന്നതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് വേസ്റ്റാണ്. അപ്പോൾ വേസ്റ്റായിട്ട് സമയം പോവാതിരിക്കണമെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പരമാവധി എലിമിനേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കണം. ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യണം. വേസ്റ്റായിട്ട് സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമയം ആവശ്യമില്ലാതെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് മൂവ് ചെയ്യുക എന്ന് പറയുന്ന അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ
ടൈം സേവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നതിനും ബിസിനസ് ഓർഗനൈസേഷന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കേണ്ടുന്ന ഒരു എലിമെൻറ്റ് എന്ന് പറയുന്നതാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈസ് ടൈം സ്റ്റഡി, സെക്കൻഡ് പാർട്ട് ഈസ് മോഷൻ സ്റ്റഡി, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് കോൾഡ് ഫെറ്റീഗ് സ്റ്റഡി. FATIGUE, ഫെറ്റീഗ് സ്റ്റഡി മീൻസ് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ലൈക്ക് ദ മെഷീനറീസ് human beings cannot undertake their duty continuously. So the amount of rest required for completing the work is called the fatigue study. ഒരാൾ മെഷീനറിയെ പോലെയല്ല, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് ആവശ്യം വരുന്നതായിട്ടുള്ള ക്രീച്ചറാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു ക്രീച്ചർ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. എത്ര സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിലും കുറച്ച് നേരം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേ ആർ റിക്വയറിങ് എ പർട്ടിക്കുലർ ടൈം ഫോർ റെസ്റ്റ്. അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എത്ര സമയമാണ് ഒരാൾക്ക് റെസ്റ്റായിട്ട് അനുവദിക്കേണ്ടുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന സ്റ്റഡി നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക് ഷെഡ്യൂള് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഫോം ചെയ്യുന്ന വർക്ക് ഷെഡ്യൂളിനെയാണ് നമ്മൾ ഫെറ്റീഗ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ പ്രൈമറി നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും, അതേപോലെ തന്നെ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തലവേദന, അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് കംഫർട്ടബിളായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര സ്കിൽഡ് ആണെങ്കിലും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി സത്യസന്ധമായിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഹെൽത്തിനെ അതല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ നമുക്ക് വർക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത സമയം നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ വി ആർ ഇൻ നീഡ് ഓഫ് സം ടൈം ആസ് റെസ്റ്റ്. ഇപ്പോൾ ഫാക്ടറീസ് ആക്റ്റൊക്കെ ഗവൺമെൻറ് പാസ്സാക്കിയ സമയത്ത് അതിൽ കൃത്യമായിട്ട് റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ശുദ്ധമായിട്ടുള്ള വായു കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കാൻ സൗകര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡിങ് പൊസിഷനിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് റെസ്റ്റ് ടൈമിൽ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. സിറ്റിംഗ് പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് മറ്റുള്ള ആൾക്കാരുടെ മേലൊന്നും മുട്ടാതെ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില ആൾക്കാർക്കാണെങ്കിൽ അല്പസമയം കിടക്കാനായിട്ട്, കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലഞ്ച് ടൈം പോലെയുള്ള സമയങ്ങളിൽ അല്പസമയം വിശ്രമിക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള സൗകര്യങ്ങൾ നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഫെറ്റിക് സ്റ്റഡി പറയുന്നത് ഹൗ ലോങ് എ വർക്കർ ഈസ് ഏബിൾ ടു ഡു ഹിസ് ടാസ്ക് വിത്തൗട്ട് അഫക്റ്റിംഗ് അഡ്വേഴ്സ്ലി ഓൺ ദി ഹെൽത്ത്. അതായത് നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള അവസ്ഥയെ ഒരു കാരണവശാലും പ്രതികൂലമായിട്ട് ബാധിക്കാതെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര സമയം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനനുസൃതമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള റെസ്റ്റ് ടൈം എപ്പോഴായിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ വർക്കിനും ഓരോ രൂപത്തിലാണ് റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായിട്ട് റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനോ ഉള്ള സൗകര്യം അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. അതല്ലാതെ റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ടൈം അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം, അതിനുശേഷം എത്ര സമയം അവർക്ക് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ആൻഡ് it also suggests that
the measure needed to be taken to improve the working condition of the employees and to reduce their fatigue in undertaking the duty. നമ്മൾ റെസ്റ്റ് ഇല്ലാതെ കണ്ടമാന സമയം ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജോലിയോടും അത് മാത്രമല്ല നമ്മളോട് തന്നെ ചിലപ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ മടുപ്പ് വരാതെ ഒരു എംപ്ലോയിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അയാൾ ചെയ്യാവുന്ന വർക്ക് പരമാവധി അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പെർഫോം ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള കാൽക്കുലേഷൻസ് സ്റ്റഡി എന്ന് പറയുന്നതാണ് ഫെറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ് FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടൈം സ്റ്റഡി, സെക്കൻഡ് വൺ ഈസ് മോഷൻ സ്റ്റഡി ആൻഡ് ദ തേർഡ് വൺ ഈസ് ദി ഫെറ്റിക് സ്റ്റഡി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 3 പോയിൻറ്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്, രണ്ടാമത് പറഞ്ഞത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, 8 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ആൻഡ് തേർഡ് വൺ ഈസ് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി. അതിൻ്റെ 3 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്, ടൈം സ്റ്റഡി, ഫെറ്റിക് സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു standardization is required in case of the tools utilized in business organization, equipments of the business organization, period of work, working conditions, quality of raw material and use of the instruments etc. in the business organization. Standardization എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റെസ്പെക്റ്റിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതല്ല. വി മസ്റ്റ് ഹാവ് സ്റ്റാൻഡർഡൈസ്ഡ് ഔട്ട്ലുക്ക് ആൻഡ് പ്രൊസീജിയർ ഇൻ ഓൾ ദി റെസ്പെക്ട്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, പീരിയഡ് ഓഫ് വർക്ക് അലോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, എംപ്ലോയീസിനുള്ള ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാര്യത്തിൽ, നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ്, ഇൻസ്ട്രുമെൻസിൻ്റെ സ്റ്റാൻഡേർഡ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ ഉടനെ തന്നെ അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് നല്ല കണ്ടീഷൻസിൽ പ്രിസർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യം എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ് ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസേഷൻ പ്രിൻസിപ്പിൾസിനെ അനുസരിച്ചിരിക്കും എന്നാണ് FW ടൈലർ പറയുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിലനിർത്താനായിട്ട് എല്ലാ മാനേജ്മെൻറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എഫിഷ്യൻസിയോടുകൂടി ബിസിനസ് ഓർഗനൈസേഷന് പ്രൊഡക്ഷൻ ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് പറയുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദി വർക്കേഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. ടൈലറുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് വൈൽ സെലക്ടിങ് ദി വർക്കേഴ്സ് ആൻഡ് ഡ്യൂ കൺസിഡറേഷൻ മസ്റ്റ് ബി ഗിവൺ ഫോർ ദെയർ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഫിസിക്കൽ സ്ട്രെങ്ത് എക്സെട്ര. ഒരു ജോലിക്ക് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളായിരിക്കണം, അയാൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വർക്കിനോട് ഫേവറബിൾ ആയിട്ടായിരിക്കണം, അതേപോലെ തന്നെ ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ഒരാളെ ആയിരിക്കണം നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ആളെ അന്വേഷിക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടുന്നത്. അതല്ലാതെ പേഴ്സണൽ കൺസിഡറേഷൻസ് വെച്ചിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചിട്ടോ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റീസും ഇല്ലാത്ത ഒരാളെ ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു റിസൾട്ട് അയാളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ
ബിസിനസ് ഓർഗനൈസേഷൻസ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്യൂ കൺസിഡറേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. എന്നും രോഗിയായിട്ട് ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് എപ്പോഴും ലീവ് എടുക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഓർഗനൈസേഷനിൽ വന്നിട്ട് വർക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവില്ല. ഇനി ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം നിന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യാനോ കഴിയാത്ത വളരെ മോശമായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ആളെ സെലക്ട് ചെയ്യുമ്പോൾ ഏത് ജോബാണോ അവരെ ഏൽപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ജോബിന് യുക്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ശാരീരിക ശേഷിയും നോക്കിയിട്ടായിരിക്കണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസിന് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതാണ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദി വർക്കേഴ്സ്. നേരത്തെ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നല്ല നമ്മൾ പറഞ്ഞു. രണ്ട് വിധത്തിലുള്ള വേജ് സിസ്റ്റമാണ് സാധാരണയായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻസ്, പ്രൊഡക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്. പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ചാണ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് സ്റ്റാൻഡേർഡ് പീസ് റേറ്റ് സിസ്റ്റം ഫോർ സ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം ഫോർ ലോവർ ലെവൽ വർക്കേഴ്സ്. അതായത് വർക്ക് പെർഫോം ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡും, എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മറ്റൊരു സിസ്റ്റവും നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എക്സ്പീരിയൻസ് ആവുന്നത് വരെ സാലറി ഒന്നും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു എംപ്ലോയിക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകണമെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിന് ആനുപാതികമായിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ട് ായിരിക്കണം. അപ്പോൾ ആ റെമ്യൂണറേഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു മിനിമം ലെവൽ വെച്ചിട്ട് വർക്ക് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള വേജസ്. ഹൈ സ്പീഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വളരെ സ്പീഡായിട്ട് ജോലി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഇൻസെൻറ്റീവ്സ്. ഇനി അതിന് പുറമെ ബിസിനസ് ഓർഗനൈസേഷന് നല്ല പ്രോഫിറ്റബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ വർക്ക് റിസൾട്ട് കൊണ്ടാണല്ലോ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ട് ബോണസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഇൻസെൻറ്റീവ്സോ ഒക്കെ കൊടുക്കാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷന് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ബ്രീഫായിട്ട് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് വർക്കേഴ്സ് ആർ ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരിക്കലും മാനസിക സംതൃപ്തി ഇല്ലാതെ ഒരു ജീവനക്കാരനും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കണ്ടീഷൻസ് ഉറപ്പുവരുത്തിയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്കോണമി. Adequate attention should be given to the economy and profit of the business organization. കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടത്തിൽ ഒരു കാരണവശാലും ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക്കലി സ്റ്റേബിൾ ആവാനായിട്ട് പോസിബിലിറ്റി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പ്ലാനുകളായിരിക്കണം ബിസിനസ് ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എന്ത് പർപ്പസിനാണ് ബിസിനസ് ഓർഗനൈസേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഏത് ടെക്നിക്കാണ് ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ്. ഹയർ വേജസ് ഫോർ വർക്കേഴ്സ് ഷുഡ് ഓൾസോ ബി പ്രൊവൈഡഡ്. ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എംപ്ലോയീസിൻ്റെ വേജസ് കുറയ്ക്കല്ല ചെയ്യേണ്ടുന്നത്. കഴിയുന്നിടത്തോളം ബിസിനസ് ഓർഗനൈസേഷൻ ഹയർ വേജസ് കൊടുത്തിട്ട് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിലനിർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് എക്കോണമി. അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞത് മെൻ്റൽ റെവല്യൂഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്
there should be a total change in the attitude of the management and workers of the business organization. If they are mentally ready, they will have mutual cooperation between the management and the workers of the business organization. And the fundamental change in the thinking aspect of the management and doing aspect of the workers is the real mental revolution in the business organization. അത് എപ്പോഴും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഇല്ലാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വർക്ക് ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കണം എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും മാനേജ്മെൻറ്റും അതേപോലെ തന്നെ വർക്കേഴ്സും തമ്മിലുള്ള കൈൻഡ് ഹാർട്ടഡ് കോഓപ്പറേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സഹകരിക്കാനായിട്ട് തയ്യാറാകുന്ന മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളോട് സഹകരിക്കാനായിട്ട് തയ്യാറാകുന്ന വർക്കേഴ്സും ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷന് മാത്രമേ അത് എത്ര നല്ല പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അത് സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് ഉണ്ടാവണം. മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും വർക്കേഴ്സായിട്ടുള്ള നമ്മളുടെയും കൂടി വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വർക്കേഴ്സിനും ഉണ്ടാവുമ്പോൾ ബിസിനസ് ഓർഗനൈസേഷന് വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എപ്പോഴും ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ മാത്രമേ മാനേജ്മെൻറ്റിന് സമയം കിട്ടുള്ളൂ. പുതിയ പ്ലാൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റോ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ വർക്കേഴ്സിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് വർക്കേഴ്സിനും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനും ഉണ്ടായിരിക്കണം. അതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. Separation of planning and doing, functional foremanship, scientific work study, then standardization, next scientific selection and training of the workers, then financial incentives, next പറഞ്ഞത് എക്കോണമി ആൻഡ് ഫൈനലി മെൻ്റൽ റെവല്യൂഷൻ. 8 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഹെൻറി ഫയോളിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. 1841 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മൈനിങ് എൻജിനീയറായിട്ടാണ് അയാൾ ഒരു ലോക്കൽ കോൾ മൈനിങ് കമ്പനിയിൽ മൈനിങ് എൻജിനീയർ എന്നുള്ള കപ്പാസിറ്റിയിലാണ് അയാളുടെ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം അയാൾ മാനേജിംഗ് ഡയറക്ടറുടെ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ആസ് എ സക്സസ്ഫുൾ അഡ്മിനിസ്ട്രേറ്റർ Fayol had the opportunity to experiment and develop the sound management principles. Scientific മാനേജ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൻറി ഫയോളിന് അവസരം കിട്ടിയിട്ടുള്ളത് അയാളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാനേജിംഗ് ഡയറക്ടറായി കോൾ ആൻഡ് മൈനിങ് കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് കൊണ്ടാണ് അയാൾക്ക് മാനേജ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടുന്ന പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അയാൾ ഒരുപാട് പേപ്പേഴ്സ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സബ്ജക്റ്റിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഫേമസ് ബുക്ക് വിച്ച് ഈസ് കോൾഡ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റായിട്ട് നടത്തുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഹെൻറി ഫയോളിൻ്റെ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. 1916 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൈനിങ് എൻജിനീയറായിട്ട് ജോലി ചെയ്തുവെങ്കിലും മാനേജിംഗ് ഡയറക്ടറുടെ പോസ്റ്റിൽ അയാൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയ സമയത്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന്
ആവശ്യം വരുന്നതായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഹെൻറി ഫയോളിന് ഉണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പുസ്തകം അയാൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, പബ്ലിഷ്ഡ് ഡ്യൂറിങ് ദി ഇയർ 1916. ആൻഡ് ഹി ഈസ് കൺസേൺഡ് വിത്ത് ദി ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. അയാൾ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് അയാളുടെ കോൺട്രിബ്യൂഷൻസിൽ മിക്കവാറും കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജ്മെൻറ്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മൾ FW ടൈലറുടെ കാര്യം പറഞ്ഞപ്പോൾ FW ടൈലർ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് ഏറ്റവും ഉയർന്ന ലെവൽ വരെ പടിപടിയായിട്ട് പല പല സ്റ്റേജുകളിൽ ജോലി ചെയ്തു വന്നിട്ടുള്ള ആളായതുകൊണ്ട് അയാൾക്ക് സാധാരണക്കാരായിട്ടുള്ള എംപ്ലോയീസ് എത്രമാത്രം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ എഫർട്ട് ഏത് വിധത്തിലാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്യാതെ പോകുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന സ്റ്റഡി നടത്താനായിട്ടുള്ള ഒരു പോസിബിലിറ്റി വന്നതുകൊണ്ടാണ് വർക്കേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ വർക്കേഴ്സിനെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുള്ള ആസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് FW ടൈലർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫയോൾ ഈസ് ടെക്നിക്കലി ആൻ എഞ്ചിനീയർ ആൻഡ് ഹി അപ്പോയിൻറ്റഡ് ഇൻ എ കോൾ മൈൻ ഫാക്ടറി ആസ് ദ മൈനിങ് എഞ്ചിനീയർ ആൻഡ് ലേറ്റർ ഹി ബിക്കെയിം ദ മാനേജിംഗ് ഡയറക്ടർ. സോ ഹി ഈസ് നോട്ട് thoroughly knowing which are the sufferings or the severe conditions of the ordinary employees in the lower level of the business organization. So he contributed something new and thus he is commonly regarded as the father of the modern management, and his main contributions are based on the higher level management or the top level management of the business organization. And he is the first man who advocated the views that management should be taught. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടുന്ന വളരെ ആഴമേറിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ആൾ എന്ന് പറയുന്നതാണ് ഹെൻറി ഫയോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ ഈ പേപ്പർ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും ഒക്കെ ചെയ്യുന്നതാണ് എന്ന്. പക്ഷേ അറിയുന്ന ആൾക്കാർ മാനേജ് ചെയ്യുന്നതും അറിയാത്ത ആൾക്കാർ മാനേജ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വളരെ ആഴമേറിയിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വ്യൂ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ മാനേജ്മെൻറ്റ് തിങ്കർ എന്ന് പറയുന്നതാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ ആക്ടിവിറ്റീസിനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അണ്ടർടേക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ 6 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, രണ്ടാമത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ്, മൂന്നാമത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, നാലാമത് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്, ഫിഫ്ത്ത് ഈസ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനലി മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്ന ടോട്ടൽ ആക്ടിവിറ്റീസിനെ ഹെൻറി ഫയോള് 6 ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ 6 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, രണ്ടാമത് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ്, മൂന്നാമത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, നാലാമത് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്, അഞ്ചാമത് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഫൈനലി മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ഇനി ഒന്നാമത്തത് ടെക്നിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ഒന്നാമത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ടെക്നിക്കൽ ആക്ടിവിറ്റീസ്. ആൻഡ് കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആർ ഡീലിംഗ് വിത്ത് ബൈയിങ്, സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത് പഠിക്കുന്നത് തന്നെ അതാണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിനെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആർ ഇമ്പോർട്ടൻറ്റ്. And
ആൻഡ് തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ദ ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. നമുക്ക് ഏത് കാര്യമാണെങ്കിലും ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാതെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നതിന് എങ്ങനെ ക്യാപിറ്റൽ മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒപ്റ്റിമം ലെവലിൽ എങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ സംബന്ധിക്കുന്ന സ്റ്റഡി എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് സെക്യൂരിറ്റി ആക്ടിവിറ്റീസ് കൺസേൺഡ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പല വിധത്തിലുള്ള അപകടങ്ങളും ബിസിനസ് ഓർഗനൈസേഷനിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. മെഷീനറികൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സിന് പല വിധത്തിലുള്ള ആക്സിഡൻറ്റുകൾ സംഭവിക്കാം. അപ്പോൾ മെഷീനറീസിനെ ആണെങ്കിലും ഹ്യൂമൻ ബീയിങ്സിനെ ആണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിനെയാണ് സെക്യൂരിറ്റി ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് സ്റ്റോക്ക് ടേക്കിംഗ്, കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് ടേക്കിംഗ്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അതാണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഈസ് ഇൻക്ലൂഡിംഗ് വിത്ത് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്: പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കൺട്രോളിംഗ് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള മാനേജേഴ്സിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്ന് ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളതും ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസും അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.